നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2024 വർഷത്തെ വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലവർഷമാണെങ്കിൽ 1199. അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് കലണ്ടറിലെ സമയം പറയുകയാണെങ്കിൽ 2024 ഏപ്രിൽ 13 രാത്രി 9:15 കൂടിയാണ് വിഷു സംക്രമം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വിഷുക്കണി കാണുന്നത് പിറ്റേന്ന് പ്രഭാതത്തിന് മുമ്പായിട്ടാണ്. അപ്പോൾ ആ വിഷു കഴിഞ്ഞിരിക്കുന്നു. ആ വിഷുവിൻ്റെ സംക്രമം അടിസ്ഥാനപ്പെടുത്തിയും തുടർന്നുള്ള ഗ്രഹചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ള ഒരു വർഷത്തെ സാമാന്യ വിഷുഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോയിൽ പുണർതം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങൾ നമുക്ക് ചുരുക്കമായിട്ട് നോക്കാം. വളരെ വിപുലീകരിച്ച് പറയാനായിട്ട് വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നത് കൊണ്ട് ചുരുക്കത്തിൽ പറയാം. ആദ്യം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലമാണ്. പുണർതം നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിൽപ്പെട്ട ഭാഗക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും. പുണർതം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 3/4 ഭാഗം മിഥുനക്കൂറിലും അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർ കർക്കിടകക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. പൊതുവെ ഗുണകരമായ ഫലമാണ് എന്ന് നമുക്ക് പറയാം. പൂർണ്ണമായിട്ടും ഗുണകരമെന്ന് പറഞ്ഞും കൂടാ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഈ വർഷം സാധ്യമാകാനുള്ള ഒരു യോഗവും ഉണ്ട്. നേരായ വഴികളിൽ കൂടെ തന്നെ ധനം സമ്പാദിക്കാനുള്ള അനുഗ്രഹമുണ്ടാകും. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണവും പൊതുജന ബഹുമാന്യതയും സിദ്ധിക്കുന്നതാണ്. ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളും തേടുകയും അതിൽ നല്ലൊരളവ് വരെ വിജയിക്കാനും സാധിക്കുന്നതാണ്. ശത്രുദോഷം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പുണർതം നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ടൊരു ഫലം പറയാനുള്ളത്. ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടാകാനും ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. ഇഷ്ടസ്ഥാനലബ്ധി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സ്ഥാനലബ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകും. ജോലി സംബന്ധമായോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വീട് വിട്ട് ബന്ധുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. പണച്ചെലവ് വർദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. പൊതുവെ നോക്കുമ്പോഴും മെച്ചമായിരിക്കും. ചെറിയ ചെറിയ അസുഖങ്ങൾ ഒക്കെ മാത്രമേ ബാധിക്കാനിടയുള്ളൂ. വാഹനത്തിനായിട്ട് പണം മുടക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങിക്കാനാകാം, അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിൻ്റെ റിപ്പയറിനോ മെയിൻ്റനൻസിനോ ഒക്കെ വേണ്ടിയിട്ട് പണം മുടക്കേണ്ടി വരും. സഞ്ചാരക്ലേശം ഉണ്ടാകും. കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞിട്ട് എത്താൻ സാധിക്കാതിരിക്കുക, അതിന് മുടക്കമുണ്ടാകും. വാഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ യാത്രാക്ലേശം ഉണ്ടാകുന്നത് കൊണ്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അന്യരുമായിട്ട് ഇടപെട്ട് മാനഹാനിക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദേശയാത്രയ്ക്കുള്ള യോഗം ഉള്ള കാലമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിച്ചാൽ അവർക്ക് സാധിക്കുന്നതാണ്. സൗന്ദര്യവർദ്ധക സാധനങ്ങൾക്കായിട്ട് പണം മുടക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കാർക്കെങ്കിലും രോഗാരിഷ്ടതകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഭക്ഷണത്തിന് യോഗമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാൻ യോഗമുള്ള കാലമാണ്. സന്താനങ്ങൾക്ക് പൊതുവെ നോക്കുമ്പോൾ സുഖകരമായ കാലമാണ്. കണ്ണുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള രോഗസാധ്യതയുണ്ട്. കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ കാണേണ്ടി വരുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ഒരു വസ്തു പോയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അതാണ് പുണർതത്തിൻ്റെ മിഥുനക്കൂറിൽപ്പെട്ട ആളുകളുടെ അനുഭവങ്ങൾ പൊതുവായിട്ട് പറഞ്ഞാൽ. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വഴിത്തിരിവുകൾ പലതും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലമാണ്.
പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞ ദമ്പതിമാർ, അതുപോലെ തന്നെ അകന്നു കഴിഞ്ഞ സുഹൃത്തുക്കൾ, ഇവരൊക്കെ അടുപ്പം കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. ഗുണകരമായ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. എന്നാൽ പലവിധ എതിർപ്പുകൾ കുടുംബാംഗങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പല വിധത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം നക്ഷത്രക്കാർക്ക് ഉണ്ട്. അപ്പം പുണർതം നക്ഷത്രക്കാർ ചെയ്യേണ്ട പൊതു പരിഹാരങ്ങൾ പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദേവിക്ക് പട്ട് സമർപ്പിക്കുകയോ ദേവിക്ക് അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവൽ നിവേദ്യം ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നത് നല്ലതാണ്. ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശനിദേവന് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ശനിയുടെ ആനുകൂല്യങ്ങൾ നന്നായിട്ട് ലഭിക്കാനായിട്ട് ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിലുള്ള ഗുണഫലങ്ങളും ഈ വർഷം ലഭിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് കർക്കിടകക്കൂറിൻ്റെ പൊതുഫലമായിട്ട് നമുക്കത് പറയാം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പുരോഗതി ആ രംഗത്ത് ഉണ്ടാകും. കടങ്ങളൊക്കെ കുറേയൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. ചില ഭാഗ്യങ്ങളും തേടി വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ഗുണകരമാണ്. പൂയ നക്ഷത്രക്കാർക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയൊന്ന് മാറിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണകരമായ കാലമാണ്. ബന്ധുജന സഹായം സിദ്ധിക്കും. അതുപോലെ തന്നെ കാര്യസാധ്യങ്ങളുണ്ടാകും. ബന്ധുക്കൾ മുഖേന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. കടങ്ങൾ വീട്ടാനായിട്ട് സാധിക്കുന്നതാണ്. നല്ലൊരു അളവ് വരെ പണയങ്ങളൊക്കെ, പണയപ്പെടുത്തിയ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ നല്ല സാമർഥ്യം കാണിക്കാനും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, ഈ പൂയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു. ഇരുചക്ര വാഹനങ്ങൾ പോലുള്ള ഒരല്പം റിസ്ക്കുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇരുചക്ര വാഹനങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ തിരക്കുള്ളൊരു കാലഘട്ടമാണ് റോഡിൽ. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാലാവസ്ഥയാണ്. ചൂടും, അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട് ശരീരത്തിൽ. അതുമൂലം ആളുകളുടെ ശ്രദ്ധ തെറ്റാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇരുചക്ര വാഹനക്കാരൊന്ന് സൂക്ഷിക്കുക. അവർക്ക് പരിക്കിന് സാധ്യതയുണ്ട്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. സഹപ്രവർത്തകരുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന പല തർക്കങ്ങളും പരിഹരിക്കപ്പെടും. നമ്മുടെ പെരുമാറ്റം കൊണ്ട് വിരോധം സമ്പാദിക്കും. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് പോളിഷ്ഡായിട്ട് കാണിക്കാം, നമ്മൾ കുറച്ച് മെച്ചമായി എന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൃത്രിമമായ സ്വഭാവങ്ങൾ എടുക്കുകയും അതുമൂലം വിരോധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം. ബന്ധുജനഗുണം വർദ്ധിക്കും. ബന്ധുക്കളിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. വാഹനം വാങ്ങാനുള്ള യോഗമുള്ള കാലമാണ്. അപ്പോഴും ശ്രദ്ധിക്കുക. പുതിയ വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥനയോടെ മാത്രം വാഹനം ഉപയോഗിക്കുക. പൂയം നക്ഷത്രത്തിൽ പെട്ട ആളുകൾക്ക് സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. അവരുടെ അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും നല്ല പദവികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബസമേതം പല വിനോദയാത്രകൾ അല്ലെങ്കിൽ തീർത്ഥാടനമൊക്കെ നടത്താനായിട്ട് സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. അവർക്ക് പ്രശസ്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൂയ നക്ഷത്രക്കാരുടെ ദോഷപരിഹാരത്തിനായിട്ട് ശിവഭജനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപകടങ്ങളിൽ നിന്നൊക്കെ മോചനം നൽകുന്ന മഹാദേവനെ ഭജിക്കുക. കൂവളമാല സമർപ്പിക്കുക. ത്രയംബക പുഷ്പാഞ്ജലി സമർപ്പിക്കുക. അല്ലെങ്കിൽ ഒരു അർച്ചന, ശിവന് പക്കപ്പിറന്നാൾ ദിവസം ഒരു അർച്ചന ചെയ്യുക. ഇതൊക്കെ വളരെ ഗുണകരമാണ്. മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എള്ളെണ്ണ സമർപ്പിച്ചാലും മതി. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു വഴിപാടാണ് നല്ല എള്ളെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയുന്ന നല്ല പ്യൂറായിട്ടുള്ള സാധനം. ശുദ്ധമായ നല്ലെണ്ണ വാങ്ങിച്ച് ഭഗവാന് വിളക്ക് തെളിയിക്കുക.
പിന്നെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന ഒരു വഴിപാടാണ് അന്നദാനം. അന്നദാനം നടത്തുന്നത് ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ്. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. ആയില്യം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കും കർക്കിടകക്കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും സാധിച്ചെടുക്കാൻ യോഗമുണ്ട്. എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം നക്ഷത്ര സ്വഭാവം കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷുഫലമാണെങ്കിലും പറയാൻ കഴിയുന്നത്. കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന കാലമാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ചുരുക്കം ചില ബന്ധുക്കളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. അത്തരം ബന്ധുക്കളെ നമ്മൾ അല്പം ഒരു കൈ അകലത്തിൽ നിർത്തുക എന്നുള്ളതാണ്. ഭൂരിഭാഗം ബന്ധുക്കളും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന കാലമാണ്. വീട് പണിയാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാര്യം നടക്കുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യമോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടാതെ ഇരിക്കുന്നവർക്ക് ഒരു അഡ്വൈസ് മെമ്മോ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. തടസ്സങ്ങൾ മാറി ആ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പണച്ചെലവ് അധികരിക്കും. പല വിധത്തിൽ പണച്ചെലവ് ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള യോഗമുണ്ട്. ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങളുണ്ടാകും. ആ യാത്രകൾ പൊതുവെ സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പണച്ചെലവ് അതിൽ ഉണ്ടാകും. ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യപരമായിട്ട് പല പല വിഷമതകളും ഉണ്ടാകും. വൻതോതിലുള്ളതല്ല, ഇതുപോലെ മനസ്സിനെയും ശരീരത്തെയും കുറേശ്ശെ വിഷമിപ്പിക്കുന്ന, അല്പമെങ്കിലും വിഷമിപ്പിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾക്ക്, നവീനമായ ആധുനിക ലോകത്തിന് ചേരുന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ഭൂമിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ വിളകൾ പരീക്ഷിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. പരമ്പരാഗതമായിട്ട് നമ്മൾ ഇറക്കുന്ന കൃഷിയിൽ നിന്ന് മാറിയിട്ട് പുതിയ ഏതെങ്കിലും ഒരു കൃഷി രീതി അവലംബിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. നിലവിൽ ജോലിയുള്ളവർക്ക് തൊഴിൽപരമായ മേന്മ ഉണ്ടാകുന്ന കാലമാണ്. പൊതുവെ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ആയില്യം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പിതൃസ്വത്ത് കിട്ടാനുള്ള യോഗമുണ്ട്. അകന്നു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ അകന്നു കഴിയുന്ന അടുത്ത ബന്ധുക്കൾ അവരൊക്കെ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയും ഉണ്ട്. ചില ഭാഗ്യാനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഈ ത്വക്ക് രോഗ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നാഗദൈവങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ത്വക്ക് രോഗങ്ങളും നാഗങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ സർപ്പം എന്നുള്ള അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ കുണ്ടലിനിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. യോഗശാസ്ത്രപ്രകാരം കുണ്ടലിനി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സർപ്പാരാധന എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ പാമ്പിനെ ആരാധിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പം പാമ്പിനെ അല്ല ആരാധിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ സർപ്പ ചൈതന്യത്തെയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അതനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ. സർപ്പാരാധന ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിൽ നിലവിലുള്ള കാര്യമാണ്. അതുകൊണ്ട് അന്ധവിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ അതൊരു അറിവില്ലായ്മ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവിടെയൊന്നും പാമ്പിനെ അല്ല ആരാധിക്കുന്നത്, സർപ്പശക്തിയെയാണ്. അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും, എങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം അത് ചെയ്യുക. ത്വക്ക് രോഗങ്ങൾ മാറാനായിട്ട് സർപ്പശക്തിയെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആരാധിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ഭജനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. അന്നദാനം പോലുള്ള വഴിപാടുകൾ, ഔഷധദാനം, വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് ധന്വന്തരി മൂർത്തിയുടെയാണ്. അപ്പോൾ ഔഷധദാനം, പാവങ്ങൾക്കൊക്കെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. പൈസയായിട്ട് ഒരുപാട് ദാനം ചെയ്യുന്നതിനേക്കാളും ഏത് വസ്തുവാണോ അവർക്ക് ആവശ്യം അത് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ഗുണകരം. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ. വലിയ പണച്ചെലവൊന്നുമില്ല. 1000 രൂപ കൊടുത്താൽ അയാൾ പിറ്റേ ദിവസവും അത് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ നമുക്ക് ഒന്നുകിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അയാൾക്കൊരു നല്ല മാർഗം തെളിയിച്ചു കൊടുക്കാം. നമുക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജോലിയിൽ അയാളെ ഏർപ്പെടുത്തി കൊടുക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വെറുതെ പൊതുവായിട്ട് പറഞ്ഞാൽ ദീർഘിച്ചു പോകും. അപ്പം ഇതാണ് നമുക്ക് വിഷുഫലമായിട്ട്
പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങളുടെ കുടുംബദേവതയുടെ അനുഗ്രഹമൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ, നന്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.